ഹായ് ഗായ്സ്, ബിഗ് ബോസ് അല്ല ഇന്നത്തെ ടോക്ക്. ഇന്ന് ഡെയിലി വ്ലോഗിൽ മൂവിയുടെ പബ്ലിക് റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. കൂലി എന്ന് പറയുന്ന ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനീകാന്ത് നായകനാകുന്ന ലോകേഷ് കനകരാജിന്റെ ഏറ്റവും പുതിയ ചിത്രം. രജനീകാന്ത്, നാഗാർജുന, സൗബിൻ, ഷാഹിർ, അങ്ങനെ മിക്ക ആൾക്കാരും ഇപ്രാവശ്യത്തെ ഈ ഒരു സിനിമയിൽ ഉണ്ട് എന്നതാണ്. നമ്മളിപ്പോ റിവ്യൂ ചെയ്യാൻ സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സിനിമ വലിയ കളക്ഷൻ നേടുന്ന സിനിമയാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ കൂലി വളരെ ചെറിയൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വലിയ പ്രേക്ഷക പിന്തുണയൊന്നും കൂലി എന്ന സിനിമക്ക് കിട്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് വാസ്തവം. കൂലി എന്നൊരു സിനിമ കണ്ട വ്യക്തികളുടെ അഭിപ്രായത്തിന് വേണ്ടി ജനങ്ങളെടുത്ത ആ ഒരു പ്രതീക്ഷയില്ലാതെ സിനിമ കാണാൻ പോയിട്ട് കാര്യമില്ല. അതിപ്പോ ഓൺലൈൻ മീഡിയ വിളിച്ചു വരുത്തുന്നതാണോ, അത് ഡയറക്ടർ ചെയ്ത ചതിയാണോ, ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഈ ആഗസ്റ്റ് 15 നമുക്ക് നല്ലൊരു സിനിമ കിട്ടുക എന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുക. ആ സിനിമക്ക് രജനീകാന്തിന്റെ ബർത്ത്ഡേയും കൂടിയാണ് എന്നാണ് ഇന്ന് പറയുന്നത്. അപ്പോ സിനിമ ഗംഭീരമാക്കേണ്ടത് ഒരു ഡയറക്ടറുടെ ചുമതലയല്ലേ എന്ന് ചോദിക്കേണ്ട ചോദ്യത്തിനാണ് ഞാൻ നിൽക്കുന്നത്. കാരണം കൂലി എന്ന് പറഞ്ഞിട്ട് വലിയൊരു സിനിമയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോ താത്ത വന്നതുപോലെ ആയിപ്പോയോ, ഒരു കോമഡിയായി മാറിപ്പോയോ എന്ന് നമുക്കറിയില്ല. മാസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിലേക്ക് കോമഡി സീനാക്കി മാറ്റുന്ന സിനിമകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സിനിമയായിരിക്കും ഇപ്പോൾ രജനീകാന്തിന്റെ കൂലി എന്ന സിനിമ. വലിയ മാസ് കാണിച്ചിട്ടും ഒരു ഇത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ടുള്ള ഇത് വന്നിട്ടില്ല. എന്താ പറയാ, വിനായകനായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഇപ്പം 15 പോകുന്നത് ഇതുവരെ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. എവിടേക്കോ ഒരു ഗ്രാഫിങ്ങനെ ഉയർന്ന് ഓരോ താഴെ ഒന്നും അങ്ങനെ കയറുന്നു. നമുക്ക് ഗൂസ്ബംസ് ഒന്നും വരുന്നില്ല. കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇനിയും രജനീകാന്തിന്റെ ഫാൻസ് കാണാൻ വേണ്ടിയിട്ട് ഇതെന്തായാലും 1000 കോടി അടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 1000 കോടി അടിക്കലും ഇതൊക്കെ വേറെ. പക്ഷെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കഥയാണോ, ബൂം ബംസ് വരുന്നുണ്ടോ ഒന്നൊക്കെ, അതൊക്കെ ഒരു വേണ്ടത് തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമ മോഹികൾക്ക് നമ്മുടേതായ രീതിയിൽ ഒരു സിനിമ പ്രേമികൾക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകളെ വളരെ വളരെ നല്ലൊരു കാഴ്ചയാണ് അങ്ങനെയുള്ളൊരു നല്ല അഭിപ്രായം കിട്ടുക എന്നത്. അല്ലാതെ ഇവിടെ പണം വാല്യൂബിൾ അല്ല. ഇവിടെ എന്താണ് വാല്യുബിള്? ഒരു കഥ നന്നാകുക എന്നാണല്ലോ സിനിമ പ്രേമികൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുപോലെയാണ് നമ്മളുടെ മനസ്സിലേക്ക് ഒരു സിനിമ വരുന്നത്. ഇനിയിപ്പോ ഒരു റിവ്യൂ സിനിമ കാണാൻ എന്തായാലും പോകും, ഏത് നിമിഷവും നമ്മൾ പോയിരിക്കും. അപ്പോ സിനിമ കണ്ട റിവ്യൂ വേറെ ഇടുന്നതായിരിക്കും. നമ്മളിപ്പോ റിവ്യൂ ഒന്നും അല്ല ഇടുന്നത്, ഒരു പബ്ലിക് റിയാക്ഷൻ റിവ്യൂ ആണ്. അപ്പോൾ പബ്ലിക്കുകളുടെ റിയാക്ഷനും നമ്മളെ അവരുടെ റിവ്യൂ, പബ്ലിക്കിന്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. അത് നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടത്. അപ്പോൾ ഇന്നാണ് ആഗസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ നല്ലൊരു പടമൊക്കെ ഇറങ്ങിയല്ലോ എന്ന് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഇടി മിന്നൽ വീണ പോലെ ഒരു കൂലി എന്ന സിനിമ ഇല്ലാതായി പോയത്. അത് എന്തുകൊണ്ടാണ്? പ്രേക്ഷകരെ ചതിക്കുന്ന രീതിയിലുള്ള ഒരു ചീപ്പ് നമ്പർ അല്ലേ. എത്ര പ്രതീക്ഷിച്ചാണ് ഒരു കൂലി എന്ന സിനിമ. ലോകേഷിന്റെ താത്ത വന്നപ്പോ, താത്ത എന്ന് പറയുന്ന സിനിമ, ഇന്ത്യൻ 2 എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ട് വളരെ ഏറൽ കയറിയ അപരാധ സിനിമയായിട്ട് കാട്ടപരാധം എന്ന് പറഞ്ഞൊരു സിനിമ ലോകേഷ് കനകരാജ് ഒരിക്കൽ കൊണ്ടുവന്നതാണ്. ഇനി ലോകേഷിന് സിനിമ ചെയ്യാൻ കഴിയില്ല എന്ന് പറയിപ്പിക്കാനുള്ള ടെൻഡൻസി ലോകേഷ് കാണിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ലോകേഷിന് ഇനി സിനിമ എന്ന് പറയുന്ന ആ ഒരു ടാഗ്ലൈനിൽ വളരെ നിസ്സാരമായി എടുത്തു ചാടാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് ലോകേഷ് പോയിരിക്കുന്നത്. പ്രേക്ഷകരുടെ പ്രതീക്ഷക്ക് താഴെയാണ് എന്നത് മനസ്സിലാക്കി കൊടുക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മളല്ല ഇഷ്യൂ, നമ്മൾ കാരണമല്ല ഒരു സിനിമ ഫ്ലോപ്പ് ആവുന്നത്. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുമില്ല. പക്ഷെ ഒരു കൂലി എന്നൊരു സിനിമക്ക്
ഇത്രയ്ക്കും മോശമായ ഒരു പ്രശ്നം വരുന്നെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും? അത് ഡയറക്ടറിന്റെയും കഥയുടെയും സ്ക്രിപ്റ്റിന്റെയും ഒക്കെ നിലവാരക്കുറവായിരിക്കും. ആ നിലവാരക്കുറവ് നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പബ്ലിക്കായിട്ട് തന്നെ ഇങ്ങനൊരു റിയാക്ഷൻ വന്നത് നിങ്ങൾക്ക് നമുക്കത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇനി നിങ്ങൾ കമന്റ് ചെയ്യൂ. നിങ്ങൾ കണ്ട കൂലിയുടെ അഭിപ്രായവും ഒക്കെ അറിഞ്ഞിട്ട് നമുക്കൊരു രീതിയിലെത്തിയാൽ നമുക്ക് സിനിമ കാണണ്ടയോ എന്നുള്ളൊരു ചിന്ത, ഒരു വൈബ് നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ഇനിയും പ്രേക്ഷകരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് പോയാൽ മതി എന്നാണ് ചിന്ത. അപ്പോൾ ഇനിയും അറിയണം. എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നെ സിനിമ കാണുന്നതാണ് നല്ലത് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇതൊന്നും ഒരു തെറ്റായ റൂൾസൊന്നുമല്ല. ഇത് നിയമം അനുവദിക്കേണ്ടത് തന്നെയാണ്. കാരണം തെറ്റായ ഒരു സിനിമ നൽകി അതിന് നമ്മൾ പണം അടച്ചാൽ ആ സിനിമ കണ്ടിട്ടും മെസ്സേജ് കിട്ടിയിട്ടും നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. നല്ല സിനിമ കാണാൻ പ്രേക്ഷകർ എന്നും മുന്നിലുണ്ടാവും. മോശം സിനിമ വന്നാൽ അതിനുള്ള റിയാക്ഷൻ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകൾ ഇറക്കാതിരിക്കുന്നതാണ് ഡയറക്ടർക്കും. ലോകേഷിന് ഇനിയും പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ ഇനിയും റോളക്സ്, ഖൈദി 2 ഇതൊക്കെ വരാനിരിക്കുന്നു. ഇതൊക്കെ പ്രതീക്ഷ വെക്കണോ? അതാണ് പ്രേക്ഷകരും നമ്മളും ചോദിക്കുന്ന ചോദ്യം. ഒരുപാട് പേർ രാവിലെ തന്നെ പടം കാണാൻ പോയിട്ട് ശോകമായി തിരിച്ചു വരുന്നുവെങ്കിൽ അവരുടെ അഭിപ്രായത്തിന് വാല്യൂ കൊടുക്കട്ടെ. അവർ കൊടുക്കുന്ന അഭിപ്രായം വാല്യൂ ഉള്ളതല്ല. അവർ ഇത്ര യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവർക്ക് ബംസ് ഇല്ലാത്തൊരു സിനിമയാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ ആ സിനിമക്ക് ഒരു പ്രയോജനമില്ലാത്ത പണമാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. അപ്പോൾ പണം 1000 കളക്ഷൻ ആകണമെന്നല്ല, പടം ഹിറ്റാകണമെന്ന് ആഗ്രഹിക്കാം. അല്ലാതെ പടം കളക്ഷൻ നേടണമെന്ന് പോലത്തെ അവസ്ഥ ഇപ്പോൾ തുടരുമെന്നുള്ള ഒരു വൈബ് ഇപ്പോൾ ഈ സിനിമക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടണം. ആ ഒരു വൈബിൽ സിനിമ മുന്നോട്ട് പോകണം. ബൈ ഫോർ